സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാൻഡിങ് ഗെയിമിങ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണത് ഒരു ഫുൾ പ്ലെയർ ഓഫ് ദ വീക്ക് സ്ക്വാഡ് വെച്ചാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇനി വേറെ പല കാർഡുകളൊക്കെ വെച്ചുള്ള വേണ്ടി നിങ്ങൾ പറയാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ക്വാഡ് ബിൽഡിങ്ങിലായിട്ട് പോകാം ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ ഉള്ള കാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ. അപ്പോൾ ഞാൻ ഈ സ്ക്വാഡപ്പം എങ്ങനെ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ അധികം ഉപയോഗിക്കാത്ത പ്ലെയേഴ്സിനെയും ഒക്കെ വച്ചായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റാണ് നമ്മുടെ ജി കെ ഗൈസ്. നമുക്ക് ഇത്രയും ജി കെ ഉണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിക്കാത്തത് നമ്മുടെ എൻ്റെ പേരെന്തോ ചെവയർ അങ്ങനെ എന്താണ്. ഇനി നമുക്ക് സബിലേക്ക് ഈ കീപ്പറിനെ ഇടാം. ഇനി നമ്മുടെ ലെഫ്റ്റ് ബാക്ക് എൽ ബി ഞാൻ ഇതൊരൊട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കളിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 2 കളി ഇവൻ നമ്മുടെ ടിയോനെ കളിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സബ്. പിന്നെ എല്ലാ പ്ലേയേഴ്സിനും ഞാൻ ഒട്ടും കളിപ്പിക്കാത്തതല്ലായിരിക്കും. നമ്മൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളത് വേണ്ടി കുറച്ച് മാച്ച് കളിക്കും. 2 മാച്ച് കളിക്കുമ്പോൾ മാച്ച് നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്ക്വാഡായിരിക്കും. ഇനി അടുത്ത റൈറ്റ് ബാക്ക് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് ഇടാം. നെക്സ്റ്റ് നമ്മളെ കിമിച്ചിനെയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഇവനെ അടുത്ത RBI. നെക്സ്റ്റ് നമ്മളെ സി ബീസിൽ ഓക്കെ. CB ഞാൻ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ ടിയറനി അങ്ങനെ ആർസണലിലെ പ്ലെയറാണ് ഗൈസ് നമ്മുടെ CB. പിന്നെ ഇവനെ ഒട്ടും ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് ഇവനെ പിടിച്ചിട്ടുള്ള ഗൈസ്. ഇനി നമ്മുടെ സബിലാണ് CB. നമുക്ക് സ്റ്റീവൻ ടീവർഡിന് എന്താ പേരൊന്നും എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഞാൻ അവിടെയാണ് ഗൈസ്. ഇനി നമ്മൾ DMFിൽ നോക്കാം ഗൈസ്. ഇതിൽ ഞാൻ ഒട്ടും ഉപയോഗിക്കാത്തത് ഇവനെയാണ്. ഇവർക്കൊക്കെ ഒരു ചാൻസ്, ഞാൻ ഗെയിം ടൈം കൊടുക്കാനും ഒരു ചാൻസും അതിനൊക്കെ വേണ്ടിയാണ് ഗൈസ്. നമുക്ക് സബിൽ ഇടാം. ഇനി നമ്മുടെ CMFും ഫസ്റ്റ് CMFിൽ ഞാൻ ഈ മോട്ടർച്ച് ദിവനെ ഇടാം ഗൈസ്. മോട്ടർച്ച് നമുക്ക് സബാക്കാം. ഇനി നമുക്ക് നമ്മുടെ AMFിൽ നമുക്ക് ആരുമില്ല ഗൈസ്. ഒരു പണിയാണ് നമുക്ക് CMF കളിക്കുന്ന വല്ല CMF ഗൈസ്. നമ്മുടെ ഫാബിൻ റൂയിസ് CMF കളിക്കും. സോറി, AMF. പിന്നെ നമുക്ക് സബിൽ പാരിടും. നമുക്ക് ഇത്ര CMF ഉള്ളൂ. നമുക്ക് എൻസോനെ ഇടാം സബ്. പിന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ റൈറ്റ് വിങ്ങിൽ ഇതിനകത്ത് 2 കാർഡ് മാക്സിമം ഉപയോഗിച്ചു ഗൈസ്. നമുക്ക് നമ്മുടെ ഒസ്മാൻ ഡെംബേലെ ഇടാം ഗൈസ്. പിന്നെ സബിൽ നമുക്ക് ഇവനെ ഇടാം. നമ്മുടെ ലെഫ്റ്റിൽ എനിക്ക് കുറച്ച് എൻ്റെ അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്.
നമ്മുടെ വിനീഷ്യസിന് 2 കാർഡൊക്കെ ഉണ്ട്. വിനീഷ്യസ് ഉണ്ട്, സൺ, പെഡ്രി, ലൂയിസ് ഡിയാസ്, ഡോക്കോ, എൻ്റെ പേരുണ്ടായിരുന്നു ഗോർഡൻ. ഞാൻ ഡോക്കുവിനെ അധികം കളിപ്പിച്ചിട്ടില്ല. നമുക്ക് ഡോക്കുവിനെ ഇടാം. പിന്നെ സണ്ണിനെ അധികം കളിപ്പിച്ചിട്ടില്ല. സണ്ണിനെ സബ് ഇടാം. അല്ല സണ്ണിനെ ഫസ്റ്റ് കളിപ്പിക്കാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സി എഫിൽ എല്ലാവരും ഫോമൊക്കെ കുറച്ചതാണ്. ഫോം നോക്കണ്ട ഗൈസ്. നമുക്ക് ഈ ഡാർവിൻ നൂനസ് ഇടാം. പിന്നെ വേറെ ആരിടും? ഈ ഫെറാൻ ടോറസിൻ്റെ കാർഡ് വിട്ടേക്കാം. ഈ OR സബളിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്വാഡ് ബിൽഡിങ് അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ സ്ക്വാഡിൽ നമുക്ക് ഒരു മാച്ച് കളിക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു മാച്ച് കളിക്കാം ഗൈസ്. നമ്മളെ കിറ്റൊന്ന് മാറ്റാം. ഓക്കെ ഗൈസ്, അപ്പോൾ മാച്ച് കളിക്കാണ്. ഫോം കുഴപ്പമില്ല. നമ്മുടെ ഓസ്മാൻ ഡെമ്പേലെ. ഓക്കെ ഗൈസ്, നമ്മുടെ ഡീന് പറഞ്ഞ എഡിസൺ ഫോമിലാണ്. ഓക്കെ നമുക്കപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ മാച്ച് കളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പുതിയ പുതിയ കണ്ടന്റുകളൊക്കെ ആയിട്ട് വരും ഗൈസ്. അതായത് നമ്മുടെ മാനേജർ കരിയർ മോഡിൻ്റെ ഞാൻ അത് ഇടാൻ ഗൈസ്. ആ ഗെയിമിനെന്തോ ക്രാഷാണ് പറയാം. നമ്മൾ ഗെയിം തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കായി പോകണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇടാറുണ്ട്. ഓക്കെ, കാലഗർ ഈ സണ്ണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ ഓഫ് വീക്കിലെ കാർഡാണ് ഗൈസ്. കേളിങ്ങൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഇതിനകത്തിന് ഉപയോഗിക്കാത്തതും അധികം യൂസ് ചെയ്യാത്ത പ്ലെയേഴ്സൊക്കെ ഉണ്ട്. ഈ ഡാർവിനൊക്കെ എൻ്റെ ഫസ്റ്റിനാണ് ഈ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ഉള്ള പ്ലെയർ കാർഡൊക്കെയാണ്. സൺ ടു കോർണർ കാലഗറിൻ്റെ ഷോട്ട് ഗൈസ്. വാട്ടർ സേവ്. നമ്മുടെ ഫസ്റ്റ് ഷോട്ട് നമ്മളെടുത്തേ ഗൈസ്. പിന്നെ ഇതിനകത്ത് എനിക്ക് നല്ല പെർഫോമൻസ് ഒക്കെ തന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ മെയിൻ സ്കോഡിലൊക്കെ ഇടും ഗൈസ്. ഒപ്പോണൻ്റാണ്. വലിയ ഡേഞ്ചറൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ ട്രെൻഡ് എൻ്റെ മെയിൻ സ്കോഡിൽ സബ്. എനിക്ക് നമ്മുടെ റൈറ്റ് ബാക്ക് ബെൻ വൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സബ് ഇട്ടത്. നിങ്ങളായാലും ഒരു ട്രെൻഡിൻ്റെ കാർഡിൽ പറയാം. എനിക്ക് കുഴപ്പമില്ലാത്ത പെർഫോമൻസാണ്. പിന്നെ ആൾ ഡിഫെൻഡിങ് വൈസും അടിപൊളിയാണ്. ഇടയ്ക്കൊന്ന് പോകും, കാരണം അറ്റാക്കിങ്ങിൽ കൂടുതൽ ക്രോസിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് പ്ലേയേഴ്സ് വന്ന സമയത്ത് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല. സ്പീഡ് ഇത്തിരി കുറവുണ്ടെന്നുണ്ട്, അതാണ് പ്രശ്നം. ഡെമ്പലെ ഡാർവിൻ സണ്ണിൻ്റെ ഒരു ഷോട്ട് ഗൈസ്. ഫസ്റ്റ് ഗോൾ ഗൈസ്. സൺ ഹ്യൂമിൻ വിത്ത് ഫസ്റ്റ് ഗോൾ ഗൈസ്. സണ്ണിൻ്റെ സെലിബ്രേഷൻ. നമ്മുടെ സണ്ണ് ഫസ്റ്റ് അത് ഗോൾ അടിച്ചു ഗൈസ്. റാഹോ ഇവന്മാരൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ് ഇറക്കണത് തന്നെ. CBs രണ്ടും യങ്സ്റ്റേഴ്സാണ്. നമുക്ക് ഇവിടുന്ന് കേരളടിച്ചൊക്കെ സണ്ണിനെ കൊണ്ട് അവിടെ ഒത്തിരി ഇതായിപ്പോയി, വൈഡായിപ്പോയി. അടുത്തപ്പോൾ നമ്മുടെ ഇതേപോലത്തെ വീഡിയോസ് നമുക്കടുത്ത് വേണമെങ്കിൽ നമ്മുടെ ബേസ് കാർഡ് പ്ലേയേഴ്സിനെ വെച്ചുള്ളത് നോക്കാം. ബേസ് കാർഡിൻ്റെ പ്ലേയേഴ്സിനെ നോക്കാം.
അല്ലെങ്കിൽ നമ്മൾ ആ ഹൈലൈറ്റ് കാർഡ് വെച്ച് കൊണർ ഗാലഗർ, ഡാർവിൻ ന്യൂനസ്. അത് പോയി. നമ്മുടെ ഫസ്റ്റ് ഹാഫ് ടൈം കഴിഞ്ഞായിരുന്നു. ഫാബിൻ റൂയിസ്, സൺ സണ്ണല്ല തിരിക്കലുണ്ട്. അവന്മാർ തിരിച്ചടിച്ച് ഗൈസ്. പ്രശ്നമില്ല ഗൈസ്. നമ്മടയിൽ എനിക്ക് തോന്നുന്നു ലൂക്കാ മോഡ്രിച്ചിൻ്റെ അത് സൂപ്പർ സബ്ബാണെന്ന് തോന്നുന്നു. സൂപ്പർ സബ്ബായിരിക്കും. നമുക്ക് മോട്ടറിനെ കുറച്ച് സബ്ബാണ് സബ്ബിറക്കാം. കമാട ഡെംബലെ. സിറ്റി സ്കോഡിൽ ആകെ നല്ലത് ഡെംബലെ, മോഡ്രിച്ച്, പിന്നെ നമ്മുടെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡും സണ്ണുമാണ്. ഫാബിനോസിൻ്റെ കാർഡ് വലിയ നമ്മുടെ പാസിങ്ങിൽ കുറച്ച് ഇതുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് കളി കളിപ്പിച്ചായിരുന്നു വെച്ച് പാസിങ് കുഴപ്പമില്ല. സൺ എന്താണ് ഡാർവിൻ. അതെൻ്റെ മിസ്റ്റേക്ക്. ഡാർവിൻ സൺ പേരൊക്കെ മാറിപ്പോകും. സണ്ണിലെ ക്രോസ്, ഡാർവിൻ ന്യൂനസിൻ്റെ ഹെഡ്. ഗൈസ് ഡാർവിൻ ന്യൂനസ് റിയൽ ലൈഫിലും കാണാൻ പാടില്ല, ഇതിലും ഗെയിമിലും കാണാൻ പാടില്ല. പിന്നെ ഗൈസ് വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഏകദേശം അധികം സംസാരിക്കുക കളിയിൽ ഡാർവിൻ ഗോൾ ഗൈസ്. ഡാർവിൻ ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ ചെക്കനെ കളിയാക്കി ചെക്കന് ഇഷ്ടപ്പെട്ടില്ല, ചെക്കൻ അടിച്ചു. ഓക്കെ അങ്ങനെ സ്കോർ 2-1. ഗൈസ് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മളിനി ഇതുപോലത്തെ പുതിയ കണ്ടൻറ്റായിട്ടൊക്കെ വരുന്നതായിരിക്കും. നമ്മളെ സബ് ഇറക്കാം ഗൈസ്. നമുക്കവിടെ ഫെറാൻഡോറസിനെ ഓക്കെ ഇവിടെ കളിപ്പിക്കുക. സൂപ്പർ സ്റ്റാർ നമ്മൾ ഒയാർസബളിനെ, ഡോക്കു, മോട്രിച്ച്, നമ്മുടെ ലെഫ്റ്റ് ബാക്കുകളെ നമുക്ക് മാറ്റാം. കാരണം സ്റ്റാമിനൊക്കെ തീർന്നു പഠിക്കാനുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ആരർക്കും ഇത്ര മതി. നമുക്ക് തന്നെ ക്രോസ് ബോക്സ് ഗാലഗർ കളറില്ല. ഫാബിൻ റൂയിസിൻ്റെ ഷോട്ട് എടുക്കാൻ പറ്റില്ല. റാഹോ ഏകദേശം നമ്മൾ കമ്മലെടുക്കുന്നത്. ഗാലഗറിനൊരു ലോങ് റേഞ്ചർ ശ്രമിക്കാൻ പോയതാണ്. സണ്ണൊക്കെ ചത്തു. സണ്ണിന്നൊരു ക്രോസ് ഡിഫക്റ്റഡ്. സാധാരണ നിങ്ങളെന്താണ് നമുക്ക് സബ് ഇറങ്ങാൻ. ഫെറാൻഡോറസ്, ജർമ്മനിയുടെ ഓടാ കാലിൽ കിട്ടിയൊരു മാൻഡിസ് ബോൾ. ലോങ് റേഞ്ച് തോന്നുന്നു. ഞാൻ ലോങ് റേഞ്ച് അടിക്കും, അപ്പോൾ ബ്ലോക്ക് വരും, അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ആവും, എന്തെങ്കിലും നടക്കും. ലോഗു ഡബിൾ ടച്ച് ഫെറൻഡോ
അങ്ങനെ ഗൈസ് നമ്മുടെ ഒരു മാച്ച് നമുക്ക് അങ്ങനെ എൻഡായിട്ടുണ്ട്. നമുക്കിനി ഒരു മാച്ചും കൂടെ കളിക്കാൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ സെക്കൻഡ് സ്ക്വാഡ്, അതായത് കഴിഞ്ഞ കളി കളിച്ച എല്ലാവരെയും ഞാൻ സബ്ബാക്കി ഗൈസ്. കാരണം ഇവരെയും കൂടെ ഒന്ന് കളിപ്പിച്ച് നോക്കണം നമുക്ക്. നമുക്കൊന്ന് മാച്ചിലേക്ക് പോകാം. ഒരു ഗൈസ് ഇതേപോലത്തെ അടുത്തൊരു നമ്മുടെ ഈ ഏത് കാർഡ് ടൈപ്പ് വേണം എന്നുള്ളത് നിങ്ങളൊന്നും കൂടെ കമൻറ്റിൽ പറയാം ഗൈസ്. പിന്നെ നമ്മൾ ഓക്കെ, നമുക്ക് കളി ശ്രദ്ധിക്കാം. എൻസോ പിന്നെ ഈ എൻസോയുടെ കാർഡും അത്യാവശ്യം കിടലാണ്. ഇതിൻ്റെ പേര് പൊളിറ്റാനോ ലോറൻ്റെ ഇവനുണ്ട്. ഓ, എന്ത് ക്രോസാണ് ഇവനിപ്പം ടീമിലേക്ക് എടുക്കേണ്ടി വരുമോ? ജാതി ക്രോസ്. മോട്ടറിച്ചാണ് അടിച്ച. ശരിക്കും മോട്ടർ സൂപ്പർ സബാണ്. എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ഇറക്കിയെന്നുള്ളൂ. അതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നല്ല കിടിലും ക്രോസറുണ്ട്. മറ്റേ അവൻ്റെ എന്താ ലൊറൻ്റെ അല്ല അങ്ങനെ എന്താ അവൻ്റെ പേര്, കിടുന്ന ക്രോസർ പോയാൽ. ഓ, ബെൻ വൈറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ കണ്ടുള്ളൂ ഇതുവരെയായിട്ടും. പക്ഷെ ബെൻ വൈറ്റിന് മറ്റേ പിൻ പോയിൻ്റ് ക്രോസിങ് ഒക്കെ ഉണ്ടാകും. കാരണം കറക്റ്റ് കിട്ടും. ഇങ്ങനെ കളിപ്പിച്ച് നോക്കണമാണ് ഗൈസ് നമുക്ക് നമ്മുടെ ടീമിന് അണ്ടർ റേറ്റഡ് കാർഡിനൊക്കെ കിട്ടുന്നത്. എൻ്റെ ടീമിലുണ്ട് ഒരു അണ്ടർ റേറ്റഡ്, പക്ഷേ പ്ലെയർ ഓഫ് വീക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ അത് റിലീസ് ചെയ്ത് കളഞ്ഞിറങ്ങ്. എന്തോ സെക്കൻഡ് ഗോൾ അടിച്ചു നമ്മൾ. അതും ഒരു ഹെഡർ. ക്രോസിങ് ആണല്ലോ ഗൈസ്, ഫുള്ള് ക്രോസിങ്. നമ്മുടെ മിഡിലുള്ളവരാണ് ഗോൾ അടിക്കും. ഇപ്പോൾ CM കളിക്കണ എൻസോ അടിച്ചു, നേരത്തെ ലൂക്ക് അടിച്ചു. ഇതിനകത്ത് എല്ലാവരെയൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ആ ഡെയിലി ഗെയിമിലിട്ടെന്തോ അൽവാരസാണ് നമ്മുടെ ജൂലിയൻ അൽവാരസിൻ്റെ കാർഡ്. അവിടെ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പ്ലെയറിൻ്റെ കാർഡ് റേറ്റിംഗ് വന്ന ടൈമിൽ ഒരു 99-100 ഉണ്ടായി. പിന്നെ കുറഞ്ഞു ബൂസ്റ്ററാണ്, സിംഗിൾ ബൂസ്റ്റർ കാർഡാണ്. അത്യാവശ്യം നല്ല കളിയാണ്. പുള്ളി കേളിങ് ഉണ്ട് പുള്ളിക്ക്. സ്റ്റാറ്റസിൽ എന്തോ കുറച്ചായിട്ടേ ഉള്ളൂ. എന്നാലും ഇൻ ഗെയിമിൽ കേളിങ് കണ്ടാൽ നമുക്ക് ഭയങ്കര ഹൈമാരി തോന്നും. അതേസ് മോട്ടറിൻ്റെ പാസ് വേണം. മോട്ടറിൻ്റെയൊക്കെ പാസിലൊരു അക്യുറസി ഉണ്ട്. ആക്യുറസി സമര നമുക്ക് കേരളം എടുക്കാം. മോട്ടറിച്ചിൻ്റെ ഒരു ഷോട്ട് ഗൈസ്. സെക്കൻഡ് ഗോൾ ഫോർ മോട്ടറിച്ച് അടിച്ച് മാറാം ഗൈസ്. ഈ മോട്ടറിച്ചിൻ്റെ കാർഡ് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പറയാം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ട് അത്യാവശ്യം കിട്ടില്ല കാർഡ് തന്നെയാണ്. റേറ്റിംഗ് വൈസ് 98 ഉള്ളൂ. എന്നാലും നമുക്കറിയാം റേറ്റിംഗ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നമ്മുടെ ടീമിന് പറ്റിയ കാർഡ് അങ്ങനെ വെക്കണം. ഈ ഫുട്ബോൾ കളിക്കുന്നവരെ കാട്ടിയിൽ ഡു കമൻറ്റ് ബിലോ. പിന്നെ ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് ചില ക്ലിപ്പുകളൊന്നും നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യാണ്ട് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാർഡുകളൊക്കെ നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ഇൻ ഗെയിമിൽ നല്ല പെർഫോമൻസ്, അതായത് എൻ്റെ ഈ വീഡിയോയിൽ നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കണ്ട് അങ്ങനെ എടുത്തിടാമല്ലോ. അങ്ങനെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ നിങ്ങൾക്കും ഒരു ഹെൽപ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഗൈസ്. സോ ചളപണി മാറി. നമ്മുടെ ഈ മാർക്കസാഡും ബാർസലോണ പ്ലെയറാണ് പുള്ളി. റിയൽ ലൈഫ് ഗൈസ് ഷോട്ട് പുള്ളി ഇപ്പോഴാണ് ഗൈസ് ബോൾ തുടങ്ങുന്നത്. ഇപ്പോഴാണ് ഈ ഗെയിമിൽ. സോ പിന്നെ നമ്മുടെ ഇൻ്ററിൻ്റെ CB എന്താ പറയുക എൻ്റെ പേര്, സ്റ്റീവൻ ഡീവിർജ് അങ്ങനെ എന്തോ. അവൻ്റെ പുള്ളി നല്ല ഫോം. അതിപ്പോൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആവറേജ്, അതിപ്പോൾ ഫുൾ ഫോമിലാണെങ്കിലും ഒരു ആവറേജ് അല്ലെങ്കിൽ അത്രയൊക്കെ ഫോമിലാണെങ്കിൽ പുള്ളി വൺ പെർഫോമൻസാണ്. ആദ്യമൊക്കെ എൻ്റെ മെയിൻ സ്കോറിലുണ്ടായതാണ്. പിന്നെ എനിക്ക്
നമ്മുടെ ബാസ്റ്റോണി ഇല്ലേ, ബാസ്റ്റോണി വന്നപ്പോൾ പിന്നെ ഞാൻ പതിയെ സൈഡാക്കിയതാണ്. ബാസ്റ്റോണിയുടെ മറ്റേ ഒരു ഷോർട്ട് ടൈമിൻ്റെ ഫ്രീ ആയിട്ട് നമുക്കൊരു പാക്കിൽ വന്നത്. ഇതോ മോട്ടറിച്ച് ഒയാർസബിൾ നിങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ ഈ സ്കോഡിലുള്ള കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിലൊക്കെ ഒരാളുടെ കയ്യിലുണ്ടാവും ഇങ്ങനത്തെ ഒരു കാർഡ്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഈ വീഡിയോ ഒരു ലെങ്തി ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് വഴി അറിയാണ്ട് ഷോട്ടെടുക്കാൻ സമ്മതിച്ചില്ല. പാസ് തിരിച്ചായിപ്പോയി ഒപ്പോണമില്ല. പിന്നെ എന്നെ വേണമെങ്കിൽ എൻ്റെ മെയിൻ സ്കോഡ് വെച്ചിട്ടുള്ള ഒരു ഗെയിം പ്ലേ ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. ഗോളടിച്ചാ നമ്മുടെ ഈ ഗോളിയുടെ കാർഡ് ഇത്ര പോരാന്നുകൊണ്ട് കാർഡുകാരെ UCL പ്ലെയർ ഓഫ് ദി വീക്കാണ്. ബൂസ്റ്ററൊക്കെ ഉണ്ട്. ബൂസ്റ്റർ എന്തോ സേവിങ് ഗോൾ കീപ്പിങ് അങ്ങനെ എന്തോ ആർന്ന് ഞാൻ നോക്കിയില്ല. Oyarzabal, Casado മിസ് പാസ്. മാർക്കോ ലോറൻ്റെ വെൽ ഡിഫെൻഡ് ബ്ലോക്കിംഗ്. പൊളിറ്റാനോ വാട്ട് എ പാസ് ഗൈസ്. അത് ഓഫ് സൈഡാണോ? അത് ഓഫ് സൈഡാണോ? ഇത്തിരി കയറി പോകാൻ നോക്കൂ. അല്ലെങ്കിൽ അത് കിടില്ല ഒരു ഗോളായി മാറുകയാണ് ചിലപ്പോൾ. ഗൈസ് ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. എൻസോ എടുത്തിട്ടുണ്ട്. ഗൈസ് കിടിലം പാസ്. കിടിലം പാസ് ഗ്രിഡി സെലിബ്രേഷൻ കിണ്ണം പാസ്. നിങ്ങൾ റേറ്റിംഗ് ആ പാസ് എങ്ങനെയുണ്ട്? കിടിലം പാസ്. മോട്ടറിച്ചൊക്കെ ഇടണം ആ പാസ്. പമ്പ് സാധനം. പിന്നെ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ഇത് ഒട്ടുമിക്ക പെസ് കണ്ടന്റ് യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ മല്ലു പസ് മാസ്റ്റർ ചെയ്താവാം. പൊളിറ്റാനോ ജസ്റ്റ് മിസ്. Politano, Llorente, Enzo to Casado to Modric to Oyarzabal, back to pass na delay ഒന്ന്. തുടങ്ങിയ സ്ക്രിപ്റ്റിങ് ഞാൻ പാസ് ശരിക്കും പറഞ്ഞാൽ സത്യം ഡെൻസോ കളിച്ച് പാസ്സാണ്. പക്ഷെ അങ്ങനെ പോയാൽ എനിക്കറിയാം. ഗോള് കോർണറല്ലാന്ന് തോന്നുന്നുണ്ട്. ആണോ നോക്കട്ടെ ഗൈസ്. അല്ല ഗൈസ് അല്ല. ശരിക്കും ഈ ഗോൾ കീപ്പേഴ്സിനൊരു ഡേവിഡ് ഹേഡ കാർഡ് ഉണ്ട്. ഒരു മിസ് പാസ് ഗൈസ്. അടിച്ച് മിസ് പാസ്സാണ് ഗൈസ്. സാധാരണ ഞാൻ പിന്നെ അധികം കഴിഞ്ഞ കളി നമുക്ക് സംസാരിക്കാണ്ട് കളിച്ചത്. നമ്മൾ നിർത്തിയത് പോയ എൻ്റെ ഒരു ഡേവിഡ് ഹേയുടെ ഒരു കാർഡുണ്ട്. അത് അത്യാവശ്യം കിട്ടിയ പെർഫോമൻസ് ആണ്. നമ്മുടെ ഫോം ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റീഫൻ ജിവാർഡിൻ്റെ കാര്യം പറഞ്ഞോണ്ട്
പാസ്സൊക്കെ ലേറ്റായി. ഇതിൻ്റെ ഡിലേ വരണ്ട് പാസിൻ്റെ ഒരു സമയത്ത്. എൻസോ പൊളിറ്റാനോ ലോറൻ്റെ ഇവൻ ക്രോസിംഗ് സ്പെഷ്യലിസ്റ്റാണോ? ഒരു മിനിറ്റ് കേസ് നമുക്കൊന്ന് അതിൻ്റെ ഇതൊന്ന് ഇത് നോക്കാം. കേസ് നമുക്ക് നമ്മുടെ മാർക്കോ ലോറൻ്റെ ഇത് നോക്കാം. അത്ലറ്റിക്കോടെ പ്ലെയറാണ്. അറ്റാക്കിംഗ് ഫുൾ ബാക്ക് വെറുതെ അല്ല കേസ്. പിൻ പോയിൻ്റ് ക്രോസിംഗ് ഒക്കെ ഉണ്ട് ചെറുക്കന്. ട്രാക്ക് ബാക്ക് ഇൻ്റർസെപ്ഷൻ. പുള്ളി AMF കളിക്കും പുള്ളി. പൊടിച്ച് ഞാൻ ഏതോ 2 കളി കളിച്ചിട്ടുണ്ട്. നമുക്ക് 10 കളി മൊത്തം കളിപ്പിച്ചിട്ടുണ്ട്. 10 അല്ല 9. 10ാമത്തെ കളി കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടിയാന്ന് തോന്നുന്നു. ഞാനെന്തോ ഒരു ഫ്രണ്ട് മാച്ചിൽ ഞാൻ പുള്ളി കൊണ്ട് കളിപ്പിച്ചാറ്. പുള്ളി ഞാൻ അന്ന് റൈറ്റിങ്ങായിട്ട് കണ്ടിട്ടാണ് കളിപ്പിച്ചത്. ആ സമയത്ത് പുള്ളി ഹാട്രിക്ക് അടിച്ചിരുന്നു വയസ്സ്. പക്ഷെ അതൊക്കെ തന്നെ അന്ന് തന്നെ മെയിൻസ് പഴയ അറിയാതെ നമ്മുടെ കുറച്ച് തുടങ്ങുന്ന സമയത്തുള്ള സ്കോഡായിരുന്നു. മോഡ്രിച്ചിൻ്റെ കോളർ clear. Enzo inside കൂടെ ഈസി ഫിനിഷ്. ഓക്കെ അപ്പോൾ നമ്മുടെ ആ മാച്ചും കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്, എൻഡായിട്ടുണ്ട് ഗൈസ്. ആ മാച്ചിൽ നമ്മുടെ ഇതില്ല, റേറ്റിംഗ് കുറവായിരുന്നു. നമ്മുടെ കീപ്പറിനും കസാഡോക്കാണ്. കസാഡോടെ ആ ഒരു മിസ് പാസിങ് പുള്ളി കുറേ ഉണ്ടായിരുന്നു ഗൈസ്.